കിടക്കങ്ങോട്ട്. എനിക്ക് അങ്ങനെയൊന്നും ചാടിയിരിക്കാനും കിടക്കാനൊന്നും പറ്റില്ല എൻ്റെ അമ്മ. അയ്യോ ആരെങ്കിലും വലിച്ചു വെക്കണം കേട്ടോ. ഹലോ, അപ്പം നമ്മൾ ഇന്നൊരു ട്രെക്കിങ്ങിന് പോകാൻ ഇന്ന് ഫാമിലി എല്ലാവരും കൂടെ കൂടി നമ്മളൊരു കാട്ടിലേക്ക് പോവുകയാണ്. ചെറിയൊരു ഔട്ടിങ്ങിനായിട്ട് പോവാണ്. അപ്പം അതിനെങ്ങനെയാണ് റെഡി ആവേണ്ടതെന്ന് നോക്കാം. പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു. അപ്പോൾ ലൈറ്റായിട്ടുള്ള ഒരു മേക്കപ്പ് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഫേസ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുകയാണ്. മാക്കിൻ്റെ ലിപ് പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. ദെൻ നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നില്ല, അതിന് പകരം SPF ആണ് യൂസ് ചെയ്യുന്നത്. ഡെർമാലോജിക്കയുടെ SPF ആണ്. അതിന് ഓൾറെഡി ഒരു മോയ്സ്ചറൈസർ എഫക്റ്റ് ഉള്ളത് കൊണ്ടാണ്. ഇതിനകത്ത് SPF 50 ഉണ്ട്. എപ്പോഴും നമ്മൾ SPF ചൂസ് ചെയ്യുമ്പോൾ SPF 50 ഉള്ളത് മിനിമം യൂസ് ചെയ്യണം, എന്നാലേ അതുകൊണ്ടൊരു ബെനിഫിറ്റ് ഉള്ളൂ. അത് നമ്മൾ ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുകയാണ്. നെക്കിലും കൂടി അപ്ലൈ ചെയ്യുക. എന്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും നെക്കിലും നമ്മൾ ഇട്ട് കൊടുക്കുക. അത് ഡെഫിനറ്റ്ലി അത് നല്ലതാണ്. അപ്പോൾ അത് നമ്മൾ ഓവറോൾ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യും. ഹ്യൂഡ ബ്യൂട്ടിയുടെ ഐക്കോണിക് ലിപ്സ്റ്റിക്കാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു കളറാണ്. നല്ലൊരു ഷെയ്ഡാണ്. ഒരുപാട് ഹെവി ആയിട്ട് നമുക്ക് തോന്നില്ല. അപ്പം അത് ലൈറ്റായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. എല്ലാം വളരെ മിനിമലായിട്ട് മതി. കുറച്ചധികം അല്ലേ, സാരമില്ല, നമുക്ക് മിനിമലാക്കാം. നമുക്ക് എപ്പോഴും ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഓവറോൾ അപ്ലൈ ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. ജസ്റ്റ് 2-3 ഡോട്ട്സ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു ബ്രഷ് യൂസ് ചെയ്ത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്താലും മതി. ഇനി ലിപ്സ്റ്റിക്ക് ഇത്ര കൂടിപ്പോയി തോന്നി നമ്മുടെ ലിപ്പിൽ നിന്ന് തന്നെ എടുത്ത് നമുക്കിവിടെ കവളിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ തന്നെ ലിപ്പിൽ നിന്നല്ല എടുക്കുന്നത്, അപ്പോൾ കുഴപ്പമില്ല. ഹൈജീൻ്റെ പ്രശ്നമൊന്നുമില്ല. ഈ ഡാർക്ക് സർക്കിൾ ഉള്ളത് മാത്രം കുറച്ച് പ്രൈമർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഹെയർ സ്റ്റൈൽ ചെയ്യാനായിട്ട് കറണ്ട് ഇല്ല കേട്ടോ, അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും തട്ടിക്കൂട്ട് ഹെയർ സ്റ്റൈൽ ചെയ്യണം. അപ്പോൾ ജസ്റ്റ് ഒരു കോമ്പാക്റ്റ് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് മേക്കപ്പ് റെഡി. മാക്കിൻ്റെ കോമ്പാക്ട് പൗഡറാണ്. ഞാൻ ഈ മാക്കിൻ്റെ കോമ്പാക്ട് പൗഡർ സ്ഥിരം യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ഹെവി ആയിട്ടുള്ളൊരു പൗഡറാണ്. നല്ലൊരു മാറ്റ് ഫിനിഷ് നൽകുന്നൊരു പൗഡറാണ്. ഇത് ഇട്ട് കഴിഞ്ഞാൽ അധികം പെട്ടെന്നൊന്നും ഫേസിൽ നിന്ന് പോവില്ല. എൻ്റെ ഇവിടെ ഒരു മാർക്കുണ്ട്, അത് ഞാൻ ബോബി ബ്രൗണിൻ്റെ കൺസീലർ വെച്ച് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് കാജലും കൂടെ എഴുതി കൊടുത്താൽ നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു. ഇനി ജസ്റ്റ് കൈ കൊണ്ടിട്ട് തന്നെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു സ്മോക്കി എഫക്റ്റ് നമുക്ക് കിട്ടും. പെട്ടെന്നുള്ള മേക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും തട്ടിക്കൂട്ടാൻ ഈസിലി ചെയ്യാൻ പറ്റുന്ന കുറച്ച് ട്രിക്സാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാനായിട്ട് സമയമില്ലെങ്കിൽ ഞാൻ നോർമലി ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി കൂട്ടി ഈ ഉച്ചിയിലങ്ങ് കെട്ടി വയ്ക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് മെസ്സായിട്ട് അങ്ങോട്ട് കെട്ടും. ദെൻ നമ്മൾ മെസ്സായിട്ടുള്ള ഹെയർ അലോവേര ജെല്ല്, ഫ്രഷ് ആയിട്ടുള്ള അലോവേരയാണ്, അത് വെച്ചിട്ട് ഒന്ന് ഒതുക്കി കൊടുക്കുകയാണ്. ദെൻ ഒന്നുകൂടി കോംബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മുടി നല്ലോണം സെറ്റായിട്ടിരിക്കും. എനിക്ക് പേഴ്സണലി അലോവേര ജെല്ല് ഇങ്ങനെ യൂസ് ചെയ്യുന്നത് കംഫർട്ടാണ്. വേറുള്ളവർക്ക് അങ്ങനെ ആവണമെന്നില്ല. ഓക്കെ, മമ്മി കനാലിൽ എന്തോരം വെള്ളം, മമ്മിക്ക് കനാലിൽ ചെല്ലാൻ തോന്നുന്നുണ്ടോ? പണ്ടൊരു ദിവസം ആദ്യമൊക്കെ കനാലിൽ വെള്ളം വന്നപ്പോഴേ കുറേന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ ഞാൻ എന്താ ജനിക്കുന്നതിന് മുമ്പാണോ? 5 വർഷം മുമ്പാണ് ഞാൻ കനാലിൽ ചാടി. ഞാൻ ഈ ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു, നിറയെ വെള്ളമായിരുന്നു. പക്ഷെ എന്നെ വിളിട്ട് ഒഴുകിപ്പോയി. ആരെ, മമ്മിയോ? എന്നിട്ടോ? എനിക്ക് ശരിക്കും നീന്തലൊന്നും അറിയത്തില്ല. അങ്ങനെ ഒരു വഴിയില്ലല്ലോ. അത് പിന്നെ ഞാനും പോകാറില്ല, എനിക്ക് പേടിയാ. താല്പര്യമില്ല അല്ലേ? താല്പര്യമില്ല. മമ്മിക്ക് കുളിക്കാൻ ഇഷ്ടമല്ല അല്ലേ? മീ ഞാൻ എല്ലാ ദിവസം വിളിക്കും, നിങ്ങളല്ലേ വിളിക്കില്ലാത്ത? ഞാൻ സുന്ദരിയായിട്ടുണ്ടോ മീ? അയ്യാ, ഐശ്വര്യ റായ് തോറ്റുവോ? അതല്ല, ഈ ലുക്ക് എന്നും മോള് വിചാരിക്കണ്ട. മൊട്ടാപ്പിയെ പോലെ ഉണ്ടല്ലേ? പക്ഷെ ഇത് കംഫോർട്ടാണ്. ഈ ചൂടുകാലത്തൊക്കെ പൊക്കി കെട്ടണതോ നല്ലത്. ഞാൻ ചീവിട്ടൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ കെട്ടി വെക്കാതെ. മമ്മിക്ക് ഇങ്ങനെ കെട്ടിക്കൂടെ? അല്ല, കെട്ടാം മാത്രം. ഇങ്ങനെ ഈ ചൂടുള്ളപ്പോ ഇങ്ങനെ തലമുടി താഴ്ത്തിയിടാതിരിക്കാ നല്ലത്. ഞാൻ തലമുട്ട അടിച്ചാലോന്ന് ഓർക്കുക. നോ വേ. പിന്നെ നിങ്ങളുടെ മമ്മി നമ്മള് പോണേ? ഞാൻ ഉറക്കത്തിലായിരുന്നു. ഇപ്പൊ വിളിച്ചേപ്പിച്ച് അവിടെ കണ്ടു പോകാം, 2 കാട്ടിൽ പോകാം.
പേടിയുണ്ടോ അമ്മയ്ക്ക്? പിന്നെ പേടിയില്ലേ, ആനയും ചേനയും കുതിരയൊക്കെ വന്ന പേടിയില്ലേ? ഇപ്പം ആനയെ കണ്ടാവുമ്പോ എന്നായി? വേനൽക്കാലം ഞാൻ നിങ്ങളെല്ലാം ഇട്ടേ ചോടും. ഓടുവോ? ആന ഓടുന്നവർ പറയാ ആദ്യം ഞാൻ ഓടി. ആനയൊക്കെ വന്ന ഇറക്കത്തിൽ കൂടെ ഓടണമെന്ന് പറഞ്ഞ, ഇറങ്ങി മുകളിലേക്ക് ഓടരുത്, താഴേക്ക് ഓടണം. അപ്പൊ അമ്മ ആവശ്യമില്ലാത്ത ടിപ്സ് എല്ലാം പറഞ്ഞു കൊടുത്തു. ആനയ്ക്ക് ഇറങ്ങി വരാൻ പാടാ. ആന കേക്കോ? അതല്ല, ആന കേൾക്കുന്നതല്ല. മമ്മി കഴിഞ്ഞ പ്രാവശ്യം ചക്കയുടെ കാര്യം പറഞ്ഞ് മലബാറുകാർ ചക്ക ഒഴുകുന്നില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാരും എന്നെ പഞ്ഞിക്കിട്ടില്ലാന്നേ ഉള്ളൂ. അയ്യോ, ഇവിടെ ഒരു സാറ് വന്നപ്പോ അങ്ങനെ പറഞ്ഞ, അവരങ്ങനെയല്ല പുഴുങ്ങണേ, അതുകൊണ്ട് പറഞ്ഞ കേട്ടോ. അതല്ലേ, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞേ. അവരൊക്കെ അങ്ങനെയല്ല. പോട്ടെ, സാരമില്ല. ഡ്രൈവർ ശിക്കാരി ചെമ്പ് പറപ്പിക്കാണല്ലോ. ഡാഡിയാ പേടിച്ചിട്ടാണോ? മിണ്ടുന്ന പോലുമില്ല. അയ്യോ, ഒറ്റ വഴിയുള്ളൂ, നേരെ മമ്മിക്ക് പഠിക്കാൻ കൊണ്ട്. ആ മമ്മി ലൈസൻസ് ഒക്കെ എടുത്തല്ലേ? ലൈസൻസ് എടുത്തെങ്കിൽ അത് ശരിയായില്ല അങ്ങോട്ട്. ഹെവി ലൈസൻസ് ആണ് ഡാഡി എടുത്തേക്കുന്നത്. സമയത്തൊക്കെ ഒരു 120-140 കാഞ്ഞാലിന്റെ പറഞ്ഞു തന്നിട്ട് വേണം പോലീസ് ഈയിടെ ഭയങ്കര തള്ളുന്നുണ്ടല്ലേ? നേരെ തള്ളുന്നു. 120-140 വന്ന് ഞാൻ കാഞ്ഞാറ സ്റ്റേറ്റ് വഴിയില്ലേ നമ്മള് പോലെ ഇത് കൊടുത്തിട്ട് അത് മേടിച്ചാളോ? 140 ആക്സിഡന്റ് 6 എടുത്ത് കഴിഞ്ഞാൽ 180 വരെ വന്നത്. വളമൊക്കെ തിരിയുന്നുള്ളത് എന്റെ മേത്തേക്ക് വന്നേക്കുന്നത് കേട്ടോ മമ്മി. അപ്പം നമ്മളിതേ പയ്യെ ഓഫ് റോഡ് വഴിയിലേക്ക് കയറി കേട്ടോ. നമ്മളിങ്ങനെ കുടുങ്ങി പോവാണ്. മമ്മിയാണെങ്കിൽ ഫുൾ ടൈം എൻ്റെ മേത്തേക്കാണ് കേട്ടോ. ഓടിപ്പോവാ. ആ നാട്ടുകോഴിയാണോ അത്? അത് നാട്ടുകോഴിയാണോ? കാട്ടുവഴി പോരാനേ, അത് മറ്റേ പൊള്ളനാ, മറ്റേതല്ല. ഇങ്ങ് വാടാ, ഇങ്ങോട്ട് ഇറങ്ങി വാടാ. അത് ഓടിപ്പോയി, എന്റെ ശബ്ദം കേട്ടാ മതി. പക്ഷെ അതിനും ഭംഗിയുള്ള കേട്ടോ. നമ്മള് കുറച്ച് മുമ്പാണ് എനിക്ക് കിട്ടുന്നുണ്ടോ? അവന്റെ തല എനിക്ക് കിട്ടി, ഒട്ടലയാണ് എനിക്ക് കിട്ടാത്തത്. ആലോചിക്കും. ആ വണ്ടി ഓഫ് ചെയ്തേ. രസല്ലേ മണ്ടൻ കോഴി. ഫേമസ് ആകാനുള്ള അവസരങ്ങളാണ്. അമ്മ ഇങ്ങനെ ഇരിക്കുന്നേ? നടുവിളകാതിരിക്കാനാണോ അമ്മ നടുക്ക് കയറി ഇരുന്നിട്ട് അടിച്ചോണ്ടിരിക്കണേ? അല്ലെങ്കിൽ നടു ചേർത്ത് പതിയെ പോണം. പതിയെ പോയി കഴിഞ്ഞാൽ അമ്മക്ക് ചായ ഇച്ചിരി കഴിഞ്ഞിട്ട് കുടിക്കാൻ പറ്റും. അത് കുഴപ്പമില്ല. സ്പീഡിൽ പോയി കഴിഞ്ഞാൽ വണ്ടി ഇച്ചിരി കൊല്ലുന്നു. ഏത് വേണം മമ്മി പറഞ്ഞു. കൊടുംമനത്തിലൂടെ പയ്യെ കുടിച്ചാൽ മതി. കുടിച്ചില്ലാലും കുഴപ്പമില്ല. കൊടുംമനത്തിലൂടെ നമ്മള് പോകുന്നത്. കൊടുംമനം. മമ്മി ഒരു രാത്രി ഒരു 8 മണിയാകുമ്പോ ഈ കാട്ടില് തന്നെ, അല്ല 9 മണി, ആരും ഇല്ല. എന്നാ ചെയ്യും? രാത്രി ചുമ്മാ പേടിപ്പിക്കല്ലോ. എന്നാ ചെയ്യുന്ന പറ, ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് പെടില്ലല്ലോ, എല്ലല്ലോ. പെട്ടു എന്നിരിക്കട്ടെ. പെട്ടുന്ന് ഞാൻ അങ്ങനെ തന്നെ കാട്ടിക്കടയൊന്നും പോവില്ല, ഞാൻ ഒരിടത്തൂടെയും പോവില്ല. സോറി, ക്ഷമിക്കണം, ഞാൻ അറിയാതെ ചോദിച്ചതാ. ഇപ്പൊ വണ്ടി സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. വണ്ടി പുഴ നീന്തി കിടക്കുന്ന വീഡിയോ എടുക്കാൻ പോവാണ്. കൊടുംമനമാണ് മക്കളെ, കൊടുംമനം. ആനയും ചേനയും ഒന്നും ഇല്ലാണ്ടിരുന്നാൽ മതിയായിരുന്നു. അപ്പൊ ഞാൻ എന്താ വെള്ളത്തിൽ കൂടെ നീന്തി ആട്ടോ പോണത് തന്നെ. അപ്പോൾ അവിടെ ഒരു പാലമൊക്കെ ഉണ്ട്. അത് അടിപൊളി കിടക്കാച്ചി സ്ഥലമാട്ടോ. എൻ്റെ ബാക്കിലേക്കൊക്കെ നോക്കി, അടിപൊളി സ്ഥലമാണ്. ഇവിടെ ആരും വരാറില്ല. പേടിയാവുന്നുണ്ടോ? ഇങ്ങോട്ടാണ് ഈ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ചായ കുടിക്കാനാണോ കൂളിംഗ് ഗ്ലാസ് വെച്ചേ? കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ചായ കുടിക്കാൻ നോക്കും. ആരും ചായ കുടിയല്ല, ചായ അല്ല കോഫി അല്ലേ? കോഫി കുടിക്കുകയാണ്. ഒരു കോഫിയും 3 ചായ. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം എന്റെ ഭർത്താവിന്റെ കൈ കൊണ്ട് എനിക്ക് ചായ കിട്ടുകയാണ്. ഗൈസ്, ചായ കിട്ടുകയാണ്. വേറെ ഏത് ഭർത്താവിന്റെ ചായ കിട്ടിക്കൊണ്ടിരുന്നത്?
എങ്ങനെ ചോയ ഈ അടുത്ത കാലത്തൊന്നും ഇട്ട് തന്നിട്ടില്ല എനിക്ക്. അത് ഇതുപോലെ നല്ല സ്ഥലങ്ങൾ വരട്ടെ, നല്ല സ്ഥലങ്ങൾ കാണിച്ചാൽ അതോടൊപ്പം നല്ല ഇതുപോലെ നല്ല ചായ ഇട്ട് തരാം. അപ്പോൾ നിങ്ങളുടെ നാട്ടിലേക്ക് ഇതുപോലെ നല്ല സ്ഥലങ്ങളുണ്ട്, നമുക്കൊരു വണ്ടി ഇടുക, ഫാമിലിയായിട്ട് വന്ന് ഇങ്ങനെ സ്വസ്ഥം സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ലൊക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒന്ന് രണ്ട് ഫോട്ടോസ് അയക്കുക, ലൊക്കേഷൻ ഒന്ന് അയച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ഇടുക്കി ജില്ലയായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇടുക്കി ജില്ല ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് അടുത്ത ജില്ലയിലേക്ക്. അപ്പോൾ ഇടുക്കി ജില്ലയിൽ ഇതുപോലെ നല്ല സ്ഥലങ്ങളുണ്ടെങ്കിൽ ഒന്ന് അയച്ചു തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പർ തരാൻ കേട്ടോ. അവിടെ വല്ല വെള്ളക്കുഴിയായിരിക്കും. പാൻറ് മൊത്തം തന്നെ കേട്ടോ. അപ്പോൾ നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ വെള്ളത്തിൽ കൂടെ നടക്കാനൊക്കെ. അപ്പോൾ അവിടെ ഒരു തടിക്കഷ്ണം കിടക്കുന്നുണ്ടോ, നല്ല രസമായിരിക്കും അത് ഇരുന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ. പക്ഷേ ഇരിക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല, താഴ്ന്നു പോവാണ്. അപ്പോൾ ഇനി ആ തടിയുടെ ഷേപ്പ് കണ്ടോ, ക്രാഫ്റ്റ്സിനൊക്കെ പറ്റിയ തടിയാണ്, നല്ല രസമുണ്ട് അതിൻ്റെ ഷേപ്പ് കാണാൻ. പക്ഷെ നമുക്കൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അതേ ഇരുന്നൊരു ഫോട്ടോ എടുക്കാനായിട്ടുള്ള ട്രൈ ആണ് എൻ്റെ. ഈ വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി അതിനകത്ത് കിടക്കുന്ന തടിയാണെങ്കിൽ നല്ലൊരു ഷേപ്പ് വരും, നല്ലൊരു രസമായിട്ട് ഇങ്ങനെ കിടക്കും. ആ തടി നല്ല കാതലാണ് കേട്ടോ, അതായിരിക്കാം ദ്രവിച്ച് പോവാത്തത്. അപ്പോൾ എനിവേ നല്ല രസമുണ്ട്, അകത്തിരുന്നൊരു ഫോട്ടോ എടുത്താൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ വെള്ളത്തിലിറങ്ങി കളിക്കാനൊക്കെ എനിക്ക് ചെറുപ്പം തൊട്ടേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നല്ല രസമാണ്, ഭയങ്കര റിലാക്സേഷനാണ് ശരിക്കും നമുക്ക് കാടും വെള്ളമൊക്കെ കാണുമ്പോൾ. മറ്റേ തന്നെ പിടിച്ച് ഇങ്ങോട്ട് പിടിക്കും, അതല്ല മറ്റേ തന്നെ പിടിച്ച് ഇങ്ങോട്ട് പിടിക്കും, ഇതൊക്കെ തന്നെ പിടിക്കും, അവിടെ അല്ല എന്താ മറ്റേ പിടിച്ച് ഇങ്ങോട്ട്, അതിൻ്റെ മറ്റത്തെ പിടിച്ച് ഇങ്ങോട്ട് പിടിക്കും, ഇങ്ങോട്ട് പിടിക്കും, അങ്ങനെ പോട്ടെ അതിൻ്റെ ഈ തന്നെ പിടിച്ച് പിടിക്കും, അതാണ് കയറി ഇത് കിട്ടാനേ മുകളിലത്തെ പിടിക്കും, അവിടെ അല്ല വെയിറ്റ് ഉള്ളത്. അത് ഈറ്റ പിടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം പിടിച്ച് വെച്ചാൽ കയറി അവിടെ ആ വെയിറ്റ് വേണ്ടത്, കുറ്റി അവിടെ അല്ലേ, ബാക്കി വേറല്ലേ. ഇങ്ങോട്ട് തിരിച്ച് അങ്ങനെ ഇങ്ങോട്ട് തിരികെ. എൻ്റെ പൊന്നു മനുഷ്യ, അത് എന്നതിനാന്നിട്ട് ഫോട്ടോ എടുക്കാനെന്ന് എൻ്റെ കൈ കഴിച്ചു. ഇങ്ങോട്ട് വലിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ, അടുത്ത പ്രാവശ്യം ഒരു ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഇരുന്ന് കുളിക്കാനൊക്കെ ആണെങ്കിൽ നല്ല രസമുണ്ട്, ഇവിടെ സോപ്പ് വയ്ക്കാനൊക്കെ ചെറിയൊരു കുഴി പോലെയുണ്ട്, നല്ലൊരു വേറാണ്. മണിക്കൂർ കൊണ്ട് നമ്മുടെ ആസ്വാദനം എല്ലാം കഴിഞ്ഞു കേട്ടോ, അതെല്ലാം മടക്കി കൂട്ടി പോവാണ്. എന്നോർത്ത് അതിനെന്താ, നമുക്ക് പ്രകൃതി ആസ്വദിക്കാൻ ഇന്ന സമയം എന്നൊക്കെ ഉണ്ടോ? പോവാണോ? എനിക്കെന്താണ് ഈ സ്ഥലത്തുനിന്ന് പോവാനേ തോന്നുന്നില്ല, നല്ല രസം. ഞാനാ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, മമ്മിക്ക് പേടിയുണ്ടെങ്കിലേ ഉള്ളൂ. ഫുൾ ടൈം ഫോണിലാണേ. ഇവിടെ വന്നിട്ട് ഈ ഫോണിൽ പണിയാവും ഫുൾ ടൈം. ഈ പുല്ലുകൾ കാണാൻ നല്ല രസമാണ് കേട്ടോ, ഒരുപാട് ഫോട്ടോഗ്രാഫിക് ഐഡിയാസ് ഒക്കെ തോന്നുന്നുണ്ട്. അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഫോട്ടോസ് എടുത്ത് ഈ വീഡിയോടൊപ്പം തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഒരു തടാകം പോലെ എന്തോ കാണാം കേട്ടോ, നിറയെ മഞ്ഞ എന്തൊക്കെയോ ചാടിക്കിടക്കും, അതും നല്ല രസമുള്ളൊരു സ്ഥലമാണ്. ഒരു ഫോട്ടോ എടുക്കാനുള്ള കഷ്ടപ്പാടുകളൊക്കെ കാണുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് നല്ല ഫോട്ടോസ് കിട്ടും കേട്ടോ. ഞാൻ നോക്കട്ടെ, ഹെയർ സ്റ്റൈലൊന്നും ചെയ്തില്ല, പക്ഷെ മുടിയൊക്കെ അഴിച്ചിട്ട് നോക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ എങ്ങനെ ഉണ്ടെന്ന് അതും ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഫോട്ടോ എടുത്തോ. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് കിട്ടിയ 2 അടിപൊളി ഫോട്ടോസാണ് ഈ ആഡ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയുണ്ട്? നല്ല ഐഡിയ അല്ലേ? ഫോട്ടോഗ്രാഫിക് ഐഡിയാസ് നമുക്ക് ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ തോന്നും. അപ്പോൾ ഇനി ഇതിനകത്ത് എണീക്കണമെങ്കിലാണ് പാട്. എൻ്റെ അമ്മോ, എന്നെ കൊണ്ട് എല്ലാവരും മടുത്തു പോയിട്ടോ. ക്യാമ്പിങ് അവസാനിപ്പിച്ച് എല്ലാവരും പോവാണ് എൻ്റെ ശല്യം കാരണം. പോവാം. അടിപൊളി ഫോട്ടോ എടുത്തു. എനിക്കും വേണം അങ്ങനത്തെ ഫോട്ടോ എന്ന് പറഞ്ഞത്. മമ്മി പുല്ലിനകത്ത് ഇരിക്കാൻ പോവാ. മമ്മി അങ്ങ് കിടന്നു, അതൊന്നും മൈൻഡ് ചെയ്യണ്ട, ഫോട്ടോ കിട്ടിയാൽ മതി നമുക്ക് കേട്ടോ. ചാടി അങ്ങ് ഇരിക്കുക, കിടക്കങ്ങോട്ട്. വലിച്ചേപ്പിക്കാം. അപ്പൊ ഇതേ മമ്മിയുടെ ഈ ഒരു സ്വഭാവമാണ് എന്റെ ഹസ്ബൻഡിനും കിട്ടിയിരിക്കുന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. ഫോട്ടോജനിക് ആയിട്ടുള്ള മമ്മി തന്നെ പുല്ലിന്റെ ഇടയ്ക്ക് ഒളിഞ്ഞു നോക്കുന്നു.
പാവം ഡാഡി ഇതൊക്കെ കണ്ടതേ മിണ്ടാതെ നിക്കാണ് ഡാഡി. ഒന്നും പറയാനില്ല. എന്നാണ് മമ്മിയുടെ ഒരു ആഗ്രഹമല്ലേ, എടുത്തു കൊടുത്തേക്കാം അല്ലേ? അന്നങ്ങായിരിക്കും കേട്ടോ ശ്വാസം പിടിച്ച്. ഞാനിത് വീഡിയോ എടുക്കണേ. അപ്പോൾ മമ്മിയുടെ നല്ല കിടുക്കാച്ചി ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. മമ്മി അതൊക്കെ അന്ന് തന്നെ പോസ്റ്റ് ചെയ്തു. അന്നത്തെ ഔട്ടിങ് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. പക്ഷെ വേഗം തീർന്നു പോയില്ലേ? എന്നാന്നേ എനിക്ക് ശരിക്കും പറഞ്ഞ ഔട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിൽ വരുന്നത് എന്താണെന്നറിയോ, കുറച്ച് ഒരു കൊട്ട നിറയെ ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് പോയി, ഒരു മറ്റേ പായൊക്കെ ആയിട്ട് പോയി, അവിടെ വിരിച്ച് ഫ്രൂട്ട്സ് ഒക്കെ അവിടെ വെച്ച് കിളികളെയൊക്കെ കണ്ട് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ കുറച്ചു നേരമൊക്കെ ഇരിക്കണം. എനിക്കതാ ഇഷ്ടം. പക്ഷെ നമ്മുടെ ഇവിടെ ഭാഗ്യവശാൽ അതല്ല, നമുക്ക് അങ്ങനെ ഇരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല അവിടെ അല്ലേ? സ്ഥലമില്ല, അങ്ങനെ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമില്ല. പക്ഷെ എന്നാലും നമ്മൾ എൻജോയ് ചെയ്തല്ലേ. മമ്മിക്ക് എങ്ങനെ വീട്ടിൽ പോയാൽ മതി, വീട് 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 വീട്, മമ്മിയുടെ കട്ടില്, മമ്മിയുടെ ടി വി, അതൊക്കെയാണ് മമ്മിക്ക് ഇഷ്ടം. ഇവിടെ വന്നിട്ട് മമ്മി ഫുൾ ഓട് നടന്ന് സെൽഫി എടുക്കുമായിരുന്നു. അത് പോയി സെൽഫി എടുത്തു, ബാ പോവാം, നീ അടുത്ത സ്ഥലത്ത് പോ. മമ്മി ഭയങ്കര ന്യൂജൻ സ്റ്റൈലാട്ടോ മമ്മിക്ക്. ചിരിക്കുന്നോ? എനിക്കിങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ കൊറേ വെള്ളാരങ്കലൊക്കെ വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചുമ്മാ ഉത്തരാഖണ്ഡിന് പോയപ്പോ ഞാൻ കൊറേ സ്റ്റോൺസ് കളക്ട് ചെയ്തായിരുന്നു. അതെല്ലാം ബ്ലൂ കളർ സ്റ്റോൺസ് ഒക്കെ ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. പിന്നെ മറ്റേ നല്ല ഉരുണ്ട കല്ലാണെങ്കിൽ സ്റ്റോൺ ആർട്ടൊക്കെ ചെയ്യാൻ നല്ല രസമാട്ടോ. അത് പെയിന്റ് ചെയ്ത് വെക്കാനൊക്കെ ഞാൻ അങ്ങനെ 1-2 ഒക്കെ ചെയ്തായിരുന്നു. അതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പരിപാടിയാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയോട് വൈൻഡപ്പ് ചെയ്യുവാണ്. മമ്മി കുറച്ച് ഗ്ലൂമി ആയിട്ടിരിക്കുകയാണ്, കാരണം വീടെത്തിയില്ല. അപ്പൊ മമ്മിയുടെ വക ഒരു ബൈ കൊടുത്തേ. ബൈ 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 ബൈ. മമ്മിയുടെ കിടക്കാച്ചി ഫോട്ടോസുകളൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ വീഡിയോ ലാസ്റ്റ്. എല്ലാവരും വീഡിയോ മിസ്സാക്കാതെ കാണണം.